കോലെ കോർത്ത് ചൂടാൻ വെച്ച്. ഈയാ പിടിച്ച് 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 123 വ്ലോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നല്ല അടിപൊളി സ്ഥലത്താണ്. വീട്ടിലെ മീൻപിടുത്തം കാഴ്ചവെക്കണമെന്നൊക്കെ ഓർത്തോണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല സെറ്റ് സ്ഥലം, നല്ല സുഖമായിട്ട് ഇന്നലെ കിടന്ന് ഉറങ്ങാൻ പറ്റി. ഇന്ന് വലിയ വലിയ അംഗത്തിനുള്ള പ്ലാനാണ്. മഴ മാത്രമാണ് ഇല്ലാത്ത, മഴയും കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയാണ്. മഴ നമ്മളെ എല്ലാ തവണയും പറ്റിക്കും അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം, അല്ലാത്തവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അടിച്ചു പൊളിച്ചങ്ങ് പോവാന്നേ. മഴ പെയ്തില്ലേ എന്നാന്ന് ഇഷ്ടം പോലെ പായലുണ്ട്. നോക്കി, പച്ചപ്പായൽ. ഒരു ദ്വീപ് നിൽക്കുന്ന പോലെ നോക്കി, അടുത്ത പായൽ നിൽക്കുന്ന നോക്കി. കടലിൽ നിന്ന് നടുക്ക് ഒരു ദ്വീപ് നിൽക്കുന്ന പോലെ, പാറപ്പുറത്ത് പായൽ. ഇതാണ് നമ്മുടെ ഭവനം. ഭവനത്തിൻ്റെ ചോട്ടിൽ നിഷ ഇങ്ങനെ ചിരിച്ച് നിൽപ്പുണ്ട്. രാവിലെ തന്നെ ചിരിച്ച് നിൽക്കുന്നു. നമ്മുടെ ടെൻറ്റിൻ്റെ തൊട്ടടുത്ത് ചീര നിൽപ്പുണ്ടായിരുന്നു. ഇത് കണ്ടോ, വേലിച്ചീര. ഇന്ന് ഇവനെ പറിച്ചെടുക്കണം, കുറച്ചധികം ഉണ്ട്. പൂക്കളുടെയൊക്കെ ഭംഗിയുണ്ടല്ലോ, അത് ആവാരം തന്നെ. ഇത് കണ്ടോ, നിറയെ ഉണ്ട് പൂക്കൾ. നിഷ കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അടുപ്പിൻ്റെ ചോട്ടിൽ കയറി ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരു പ്രതിമ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നെന്നാ ഉണ്ടാക്കണേ? ആഹാ, ഓരോ ദിവസങ്ങൾ ഓരോ ഐറ്റങ്ങൾ. നമ്മൾ കുറച്ച് നെയ്യും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. സാധാരണ പോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കൂടെ അതിന് വഴറ്റിയെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മേസുപൊടി ഇട്ട് സാധാരണ ഇളക്കിയെടുക്കാറാണ് പതിവ്. ഞാൻ എൻ്റെ ചട്ടി ചെറുതാ, ഇളക്കാൻ പാടായതുകൊണ്ട് മേസുപൊടി ആവി കയറ്റിയെടുത്തു. ആവി കയറ്റി വേവിച്ചെടുത്ത് മേസുപൊടി ഇട്ട് ഇളക്കിയെടുക്കോട്ടെ ചെയ്യണത്. നമ്മുടെ മേസുപൊടി ഉപ്പുമാവ് അങ്ങനെ റെഡി ആയിട്ടോ. കണ്ട, നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. ഇച്ചു ആറ്റിങ്കര പോയെന്ന് ഭയങ്കര വീക്ഷണമാണ്, ആലോചനയൊക്കെയാണ്. എന്താണെന്നറിയത്തില്ല. ചേ, കാപ്പി കുടിക്കാൻ വാ. ഇനി അപ്പം നമ്മൾ മേസുപൊടി ഉപ്പുമാവ് കഴിക്കാൻ പോവുകയാണ്. തീ എപ്പോഴും കത്തിക്കാതിരിക്കാൻ വേണ്ടി ഇത് കഞ്ഞിക്കുള്ള വെള്ളവും കഞ്ഞിയും ഇട്ട് വയ്ക്കാൻ പോകുന്നു. പിന്നെ കറി വെച്ചാൽ മതിയല്ലോ. രാവിലെ തന്നെ നിഷ അതേ തുണിയൊക്കെ ഒരു ലോഡ് അലക്കി വിരിച്ച് അവിടെ ഇട്ടിട്ടുണ്ട് പാറപ്പുറത്ത്. തുണി ഇട്ടിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, മഴക്കാർ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. മഴ പെയ്ത് തകർക്കും എന്ന് തോന്നുന്നു. നീലാകാശം, അതിനിടയിൽ കൂടെ കറുത്ത മേഘം. ഇന്ന് പാൽച്ചായയാണോ? ആ, ശരിയാണല്ലോ, അത് ഞാൻ മറന്നുപോയി. എന്നാൽ പാൽച്ചായെങ്കിൽ പാൽച്ചായ. ഇന്ന് രാവിലെ ഉപ്പുമാവാണ്, മേസുപൊടിക്കുള്ള ഉപ്പുമാവ്. ഓരോ ഇടക്കാലത്ത് നമ്മുടെ നഴ്സറിയിലും ഇതായിരുന്നു ഐറ്റം. വായിച്ചോ.
ചെമ്പകമേ ചെമ്പകമേ എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാകും. ചെമ്പകം കണ്ടിട്ടുണ്ടോ? ഇതാണ് ചെമ്പകം. ഇതിൻ്റെ പൂ പൂക്കുമ്പോൾ ഉണ്ടല്ലോ എന്നാ നല്ല മണമാണെന്നറിയോ. ആരെ മത്ത് പിടിപ്പിക്കുന്ന ഒരു മണമാണ്. പെട്ടെന്ന് നമുക്ക് അഡിക്റ്റായി പോകും. ആണ് ചെമ്പകം. ഉച്ചയ്ക്ക് പൊരി വെയിലത്ത് ദേ നിഷ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാഷൻ ഫ്രൂട്ട്. ഇതെല്ലാം വന്ന വഴിക്ക് പറക്കിക്കൊണ്ട് പോകുന്നതാ. ഇതിന്റെയൊക്കെ വിലകൾ ഇപ്പോഴല്ലേ മനസ്സിലാകണത്. അതെ, നമ്മളിങ്ങനെ പെട്ട് നിൽക്കുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ കിട്ടണതൊക്കെ നമ്മൾ എടുത്തോണ്ട് പോകും. നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങളല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് മതി കേട്ടോ, പഞ്ചസാര ഇച്ചിരി ഒരു സ്പൂൺ ചോദിച്ചിട്ടാട്ടോ പറയണത്. ചോദിച്ചിട്ടേ പറക്കുള്ളൂ. പേരയ്ക്കായാലും മാങ്ങ, ഈ പാഷൻ ഫ്രൂട്ട് എല്ലാം നമ്മൾ ചോദിച്ചിട്ടേ പറക്കുള്ളൂ. റംബൂട്ടാൻ പിന്നെ ചേച്ചിയുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, അത് അവിടെ നിന്ന് കൊണ്ടുവരും. ഇത് ചുമല അവക്കാടോ. ഇന്നലെ നമ്മൾ കഴിച്ചത് പച്ച. ഒരു 3-4 കിലോ ഉണ്ട്. ഇത് അടുത്ത വീട്ടുകാർ കൊണ്ടുപോയി തന്നെയാണ് നമുക്ക് തിന്നാൻ വേണ്ടി. ഒരു കുഞ്ഞ് കൊച്ച, ഒരു ചെറിയ കുഞ്ഞ് കൊണ്ടുപോയി തന്നതാണിത്. അപ്പൊ നമ്മൾ ഇതും കുടിച്ച ഇതും കഴിക്കും ഉച്ചയ്ക്ക് മുമ്പ്. അത് പിന്നെ ചോറക്കായി വരുമ്പോ കഴിക്കും. ക്ഷീണം മാറട്ടെ അല്ലേ? ഇച്ചുവിന് ഭയങ്കര ക്ഷീണ അല്ലേ? ഇച്ചുവിനല്ല, എനിക്ക് അത്രയും ക്ഷീണമില്ല. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പുള്ളിക്ക് കൊടുക്കും. ഓ, പാഷൻ ഫ്രൂട്ട് എൻ്റെ പൊന്നോ, പുളിന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വാളംപുളിയുടെ അത്രയും പുളിയാ. വെയിലായതുകൊണ്ടാണ് ഞാൻ അധികം മധുരം ഇടാതെ തന്നത്. എന്നിട്ട് ദാഹം കൂടുമല്ലേ. ഇതാകുമ്പോൾ മധുരം കുറവാണെങ്കിൽ നല്ല പുളിയൊക്കെ ഉള്ളിട്ട് ദാഹിക്കില്ല. പുളിച്ചിട്ടുണ്ടല്ലോ എൻ്റെ അമ്മോ, ഓർക്കാനും കൂടെ വരാ. പുളിയൊക്കെ തിന്ന് പഠിക്കണം. ഞങ്ങൾ മീൻപിടുത്തത്തിന് വയ്യ ഇറങ്ങുവാണ്. ചൂണ്ടയിട്ട് നോക്കണം, വലയിട്ട് നോക്കണം, അല്ലാതെ ഉണ്ട് കെട്ടുവലയും ഇട്ട് നോക്കും, ഏറ് ചൂണ്ടയിട്ട് നോക്കും. ഏതിലെങ്കിലും ഒന്നിൽ മീൻ കിട്ടണേ. നല്ല വെയിലാ ഇപ്പോഴും കണ്ടോ, നല്ല വെയിലാണ്, അത്യാവശ്യം നല്ല വെയിലാണ്. എര കോർക്കുന്നു. ഇന്നും ഭാഗ്യപരീക്ഷണമാണ്. കിട്ടിയാലും കിട്ടിയില്ലാലും ഞങ്ങൾ ശ്രമിക്കൂ കേട്ടോ. വേറെ ഇട്ടു കിട്ടോ കിട്ടാതിരിക്കും. അത് കിട്ടോ കിട്ടോ കിട്ടാതിരിക്കുകയോ അത് പിന്നത്തെ കാര്യം, ഞങ്ങളിടും. ഓ, അതല്ല സിലോപ്പി. സിലോപ്പി ഇട്ടിട്ടാ, സിലോപ്പി ഇട്ട്, സിലോപ്പി. കണ്ടോ, കുഞ്ഞിത് കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. അല്ലാതെ വലിയ കൊമ്പന്മാരെ പിടിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കുഞ്ഞിതാണെങ്കിലും ഞങ്ങളത് കളയാതെ പിടിച്ച് സന്തോഷത്തോടെ കറി വെച്ച് തിന്നും. ഞങ്ങൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല, ചെറുതാ വലുതെന്നൊക്കെ. അടുത്ത ചൂണ്ടയിടയിൽ നിഷയ്ക്ക് ഏൽപ്പിച്ചു. എടി മീൻ കൊത്തുന്നടി പോത്തെ വലി. അയ്യോ എൻ്റെ മഞ്ചി തലയില് അതെന്നാ, പള്ളത്തിയോ? ആഹാ, കൊള്ളാല. കിട്ടിപ്പോയി കിട്ടിപ്പോയി. ശ്രദ്ധിച്ചിരുന്നോണം.
കേട്ടാ. മീൻ ചൂണ്ട കൊത്തിയിട്ടുണ്ട് കേട്ടാ. വലി 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 ഒന്ന് സിലോപ്പിയാണോ ഓടി? ആ സിലോപ്പി സിലോപ്പി. ഈയാ പിടിച്ച് പിടിച്ച് പിടിച്ച്. ഇച്ചിരി അങ്ങോട്ട് വലിച്ചടുപ്പിച്ചിട്ടോ. ശ്രദ്ധിച്ചിരുന്നോണേ, മീനാണ്, നമ്മളെ പറ്റിച്ചിട്ട് പോവും. പുഷ്ക്കെന്നും പറഞ്ഞ്. ആ വലിച്ചോ വലിച്ചോ, ഒറ്റ വലി. ആ കിട്ടിയില്ല. വലിച്ചോ വലിച്ചോ വലിച്ചോ. ആ കിട്ടിപ്പോയി. നിഷതേ അടുത്ത മീനെ പിടിച്ചിരിക്കുകയാണ്. വമ്പൻ മുന്നേറ്റം. കൈ കൊണ്ട് എടുക്കാം മീനെ. ആ ഇപ്പൊ കിട്ടി. വലിയ വള്ളത്തി. വള്ളത്തിയൊക്കെ ഇത്രയും വലുതാവൂന്ന് ഇപ്പഴാട്ടോ അറിയണേ. വലിയ വള്ളത്തി. ഞാൻ രണ്ടെണ്ണം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചുവിന് കുശുമ്പായി. ഞാൻ മൊത്തം പിടിച്ചാലോന്ന് ഓർത്തുണ്ട്. അതുകൊണ്ട് ഇച്ചു എൻ്റെ കയ്യിൽ ചൂണ്ട മേടിച്ചിടുവാ. ഇപ്പൊ കിട്ടി. ഓ പോയി. ആ അയ്യോ, അതും പള്ളത്തി. കണ്ട തുള്ളി കളിക്കണ, കണ്ട തുള്ളി കളിക്കണ പള്ളത്തികൾ പടക്ക പടക്കുന്നതാണ്. ആദ്യം 2 സിലോപ്പി കിട്ടി നമുക്ക്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പള്ളത്തിൽ കുത്താൻ തുടങ്ങിയോടുകൂടി സിലോപ്പിനെ കാണാൻ പോലും ഇല്ല. പള്ളത്തിൽ തീറ്റ കാണുന്നതിനും ഓടി വരും. സിലോപ്പി കുണുങ്ങി കുണുങ്ങി വരുന്നതിനും പള്ളത്തിൽ പോവുകയും ചെയ്യും. ആ അതെ, കിട്ടി 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 കിട്ടി. പള്ളത്തേനാ? ആ പള്ളത്തി. പിന്നെയും പൊള്ളത്തി. പള്ളത്തി ഇങ്ങനെ വരുന്നതുകൊണ്ട് സിലോപ്പീനെ കിട്ടുന്നില്ല. കരിമീൻ ഉണ്ടെന്നേ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചൂടെ കുത്തിയിട്ട് ചാടിപ്പോയി. എന്താ ആകാംക്ഷയോടെ ശ്രദ്ധയോടെ ഇരിക്കണേന്ന് നോക്കിയേ. തീറ്റ തിന്നിട്ട് പോയി. ആ പള്ളത്തികളാണേ. മാര് തീറ്റ തിന്നിട്ട് വിട്ടുപോകും. ദേ ചൂണ്ടയിൽ ഞണ്ട് വന്ന് കൊത്തിയേക്കണോ. ഊരി വിടേനെ. സൂക്ഷിച്ചേ. ഓടി നടക്കാൻ. അയ്യോ എന്റെ അമ്മച്ചി. നമ്മളൊന്ന് വല വീശി നോക്കാൻ പോവാണേ. ആ അതെ, സിലോപ്പികളുണ്ട്. കണ്ട
ആ സിലോപ്പി 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 ഉണ്ട്. താഴെയില്ല, മുകളില് ഉണ്ട് 2 സിലോപ്പി. അത് മതി. അത് മതിയേ. ഞണ്ടും ഉണ്ട് കേട്ടോ. ആയി കണ്ട സിലോപ്പി, ഒരുവിധം മുഴുത്ത സിലോപ്പിയാ. 2 എണ്ണം. എന്ത് നിങ്ങൾ കണ്ടോ? പോവുക 2 കൂടെ എന്റെ കാലയില്. നമ്മൾ ഇവിടെ ഒന്നൊന്ന് വീശി നോക്കിയേ. ആ 2 3 പരൽ. മീൻ ചെറിയ പരലുകളാ. ആ സിലോപ്പി ഉണ്ട്. സിലോപ്പി അല്ലേ ഏട്ടാ? ആ സിലോപ്പി 2. ആ 2. ആ ഇവിടെ ആ കണ്ടോ 2 സിലോപ്പി ഉണ്ട്. മതി. ഞങ്ങളെ മീൻ വെട്ടാനുള്ള പരിപാടിക്കാണ്. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന മീൻ. മീൻ വെട്ട് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. ഇന്നെന്നാ ചെയ്യണം നിഷ? മീനെ മീൻ വറക്കുവാണ്. സിലോപ്പി നല്ല മൊരിച്ച് മറക്കാൻ അല്ല വറക്കാൻ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വറക്കാം. മീനെ തേച്ച് കുളിപ്പിച്ചു വേണം നമുക്ക് മപ്പാസ് അടിക്കാൻ. നമ്മൾ ചെറിയ മീനൊന്നും എടുത്തില്ലേ, വലിയ മീനെ മാത്രമേ എടുത്തുള്ളൂ. ചെറിയ മീനെല്ലാം ജീവിച്ചു പോട്ടെ. പരലുകളെയൊക്കെ തിരിച്ചു വിട്ടു നമ്മളിന്ന്. സിലോപ്പി കിട്ടിയുണ്ട്. മീൻ തേക്കൽ കഴിഞ്ഞ് വേണം ഇനി കുളിക്കാൻ. ഞാൻ എപ്പോൾ ഈ സിലോപ്പി തേക്കാൻ തുടങ്ങിയാലും മുള്ള എൻ്റെ കൈ കയറുന്നേ. വിനീഷേട്ടൻ തേക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ തേക്കുമ്പോൾ എൻ്റെ കയ്യിലും ഒക്കെ കൊണ്ട് മുറിയും. ആ കണ്ടോ ഇച്ച നല്ല ക്ലീനാക്കി വെട്ടി. കുളി കഴിഞ്ഞ് വന്ന കുക്കിംഗ് പരിപാടി തുടങ്ങി. കുക്കിംഗ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് നമ്മൾ വെച്ചതിരിപ്പുണ്ട്, ഉച്ചയ്ക്ക് വെച്ചത് അല്ലേ. കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് രക്ഷപ്പെട്ടുന്നു. മീൻ വരഞ്ഞു വയ്ക്കുന്നു. തണുപ്പ് മാറാൻ ഒരു കട്ടൻ ചായ. തണുപ്പ് മാറാൻ വേണ്ടി മാത്രം. എല്ലാ ദിവസവും വൈകുന്നേരമൊക്കെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കാൻ ഒരു പ്രത്യേക വൈബാട്ടോ. വീട്ടിൻ്റെ അകത്തുള്ള സൗണ്ടൊന്നും അല്ലല്ലോ ഇവിടെ. ഇവിടെ പുഴ ഒഴുകുന്നതും ചീവീടിൻ്റെയും തവളകളുടെയും ഒക്കെ സൗണ്ടുകളും ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ. ആ നിഷാദയെ കുത്തിയിരുന്ന സവോള അരിയുന്നു. കരകര എന്നും പറഞ്ഞുകൊണ്ട് അരിഞ്ഞു കൂട്ടുന്നുണ്ട്. കണ്ണു നീറുന്നുണ്ടോ? വേണ്ട വേണ്ട. ആ നീ അരിഞ്ഞാ മതി. മീൻ വറുക്കാനുള്ള പണി തുടങ്ങി കേട്ടോ നിഷ. ഇതേ കറിവേപ്പിലയൊക്കെ വാരി വിതറിയിട്ടുണ്ട്. ഇനി അടുത്ത മീനിനെ വാരി വറക്കാൻ മതി.
മീൻ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ഇരുട്ടത്ത് ടെൻ്റ് ഇരിക്കുന്നതാണ്. നല്ല ഭംഗിയാട്ടോ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ. നിഷ അടുത്ത കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സവോള തോരൻ ഉണ്ടാക്കാൻ പോവാ. സവോള വെച്ച് കടുകിട്ട് പടക്കം പൊട്ടിച്ചു തുടങ്ങി. സവോളയാണ് കേട്ടോ അരിഞ്ഞ് കൂട്ടിയിട്ടിരിക്കുന്നത്. വഴറ്റിയ സവോളയ്ക്കകത്ത് തേങ്ങയൊക്കെ ഇട്ട് എടുക്കുന്നു. അങ്ങനെ സവോളക്കറിയും റെഡി. ഇന്ന് നമ്മളൊരു ചെറിയ ക്യാമ്പ് ഫയർ ഇടുവാണ്. അതിനുള്ള പരിപാടിയാണ്. ഇന്ന് ക്യാമ്പ് ഫയർ ഇട്ട് കഞ്ഞികൂടി ഭക്ഷണം കഴിക്കണം. മഴയൊന്നുമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ടാ. ടെൻറ്റിൽ നിന്ന് കുറേ മാറ്റിയാണ്. ടെൻറ്റ് കാണിച്ചു കൊടുത്തേ. ടെൻറ്റ് ഇത് അവിടെയാണേ, കണ്ടോ നമ്മുടെ ടെൻറ്റ്. അവിടുന്ന് ഈ പാറയിലാണ് നമ്മൾ. കത്തി 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 കത്തി. ഹൈ 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 ഹൈ. ഇച്ചിരി മുമ്പ് വരെ ഇവിടെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അയ്യോ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കൃത്യം നമ്മുടെ ആഹാരമൊക്കെ കുക്കായി വന്നത്തേനും നല്ല നിലാവും ഉണ്ട്. എന്നാൽ പിന്നെ ഇന്നങ്ങ് ഇട്ടേക്കാന്ന് വെച്ചു. തണുപ്പുണ്ടേ. കണ്ടോ നമ്മുടെ ക്യാമ്പ് ഫയർ അടിപൊളിയായിട്ട് ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതേ ക്യാമ്പ് ഫയർ ആകാശത്ത് കണ്ടോ, ചന്ദ്രൻ, നല്ല നിലാവെളിച്ചം. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ ഒരു വേറെ ലെവൽ ഭക്ഷണം കഴിക്കലാണിന്ന്. കണ്ടോ ഇന്നത്തെ ഭക്ഷണം: കഞ്ഞി, മീൻ വറുത്തത്, മെഴുക്ക് വരട്ടി, സവോളത്തോരൻ. നിഷയുടെ ഇരിപ്പൊക്കെ നോക്കിയേ. തണുപ്പായിരുന്നു. തീ വന്നപ്പോൾ നല്ല സുഖം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകട്ടോ. രാത്രിയിലെ ഭക്ഷണം ഇല്ലേ, അടിപൊളിയായിട്ടൊരു കിടിലൻ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഉണ്ട് നിഷ, അടിപൊളിയല്ലേ? ആകാശത്ത് കിടിലനായിട്ട് ചന്ദ്രൻ നിൽക്കുക. മീൻ വറുത്തത് അത് എപ്പോഴും പുഴമീൻ വേറെ ലെവലാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ദേ ഒരാൾ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ ആ ഹായ് എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഇപ്പോൾ വരാടിയെന്നും പറഞ്ഞ് പോയി വീശിയതാ. ഇത് വലിയൊരു കുയിലിനെ കിട്ടി. ഇന്നലെ ഞാൻ പറഞ്ഞോളൂ വലിയൊരു മീൻ പിടിക്കുമായിരുന്നെങ്കിൽ ഗ്രില്ലടിക്കാന്ന്. ദേ എന്ത് നല്ല ഇച്ചു, നല്ല വലിയ മീനെ പിടിച്ചോണ്ട് തന്നു ഗ്രില്ലടിക്കാൻ. വെല്ലുമീനെ രാത്രി വന്നിരുന്ന് തേക്കുക.
ഇല്ലേ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകും. പൂച്ചയും നടപ്പുണ്ട്. ആ ഒരു പൂച്ചയും വരുന്നുണ്ട്. പിന്നെ അതുമല്ല ചീത്തയായി പോയാലോ. എന്നിട്ട് രാത്രി തന്നെ അത് ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. മീൻ നമ്മൾ മസാലയൊക്കെ തൂത്ത് വെച്ചിട്ടോ. ഇനി അവനെ കമ്പ കുറക്കാൻ പോവാ. നെച്ചു സ്പെഷ്യലാണ്. കണ്ടോ ആ മീൻ കമ്പേക്കൂടെ കയറ്റി വിട്ടു. എന്നിട്ട് നമ്മളിവിടെ ക്യാമ്പ് ഫയർ നടത്തിയതിൻ്റെ തീ ഉണ്ടല്ലോ, അത് ചെയ്യാന്നൊക്കെ പറയണം. ആ അതെ, കമ്പേ കോർത്ത് ഗ്രില്ലടിക്കണം. കണ്ടോ നമ്മൾ കിട്ടിയ മീനിനെ ചുടാൻ വെച്ച്, കോല കോർത്ത് ചുടാൻ വെച്ച്. അപ്പോൾ ഞങ്ങള് രാത്രി കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ എന്തായാലും ആഴിയൊക്കെ കൂട്ടിയിട്ടേക്കുവാണല്ലോ, വീശി ഒന്ന് നോക്കിയേക്കാന്ന് ഓർത്തുണ്ട് ഓടിപ്പോയി. ഞാൻ തന്നെ പോയാ വീശി കേട്ടോ. പക്ഷേ ഇവിടെ ഇരുത്തിയിട്ട് തന്നെ പോയി വീശിയപ്പോൾ ഒരു കുയിലും കുഞ്ഞ്, കുയിലെന്ന് പറഞ്ഞ മീനാണ്, അതിനെ കിട്ടി. അവനെ ഒന്ന് കമ്പ കോർത്തങ്ങ് ചുട്ടേക്കാന്ന് വെച്ചു. ഇവനെ ചുട്ട് തിന്നിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേ. അതിനിടയ്ക്ക് കുറച്ച് പേർക്ക് ഹായ് പറയാനുണ്ട്, അത് പറഞ്ഞ കേട്ടോ. ഒരു ഹാപ്പി ബർത്ത്ഡേ ആണ് ധീരജ് ദേവ് രൂപദേവ്. രണ്ടു പേർക്കും ഹായ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അത് തന്നെ ഹായും ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ശൈലേന്ദ്രൻ, സിന്ധു, അപ്പു, പിച്ചു ചേർത്തല, സന്ദേശ്, ഷാബിദ സലീം, സന്തോഷ്, സിംഗി, മണി, പൊന്നമ്മ, ഗൗതം, സെൽവൻ, എം ആർ, അനില, കുഞ്ഞുമോൻ, കെവിൻ, കൃപ, മേഴ്സി, മാത്തു, സൗദി അറേബ്യയിൽ, പൂജ സ്വാതി കോഴിക്കോട്, രാജേഷ് വയല, കൃഷ്ണകുമാർ, പ്രിൻസ് തൊടുപുഴ, പ്രിൻസിൻ്റെ പാലക്കാടുള്ള പ്രിൻസിൻ്റെ കുട്ടൻ, നിമേഷ് തോമസ്, റിജു ട്രിവാൻഡ്രം, ജസ്റ്റിൻ, ജിൻസി, മക്കൾ ജോർജ് മരിയ, ബഹ്റൈൻ, ചാക്കു കർണാടക, ഉണ്ണികൃഷ്ണൻ പട്ടാമ്പി, വിഷ്ണു, അർച്ചന, കൺമണി, വിനായകൻ, വൈഫ് സിന്ധു, മകൾ ആരാധ്യ, ഒമാനിൽ നിന്നും കണ്ണൂറുകാരൻ, ഭദ്ര, ബദ്രിനാഥ്, സഞ്ജീവ്, യാഫത്തുമോൻ, തടിയൂർ, റാണി, സന്ദേശൻ, വലിയ വീട്ടിൽ, ഫസീറിൻ, കോട്ടക്കൽ. ഇത്രയും പേരേ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവർക്കും ഹായ്. ഇനി നമ്മുടെ മീൻ അതിൻ്റെ കൂട്ടത്തിലിരുന്നങ്ങ് വേട്ടെ. വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഇതേപോലെ കമ്പ കോർത്ത് ചുട്ട് തിന്നണമെന്ന്. അത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, എന്നാൽ പിന്നെ ഓടിപ്പോയി ഒന്ന് വീശി നോക്കിയേക്കാന്ന് വെച്ചാൽ ഒറ്റ ഓട്ടത്തിന് ഓടിപ്പോയി വീശി നോക്കിയതാണ്. നിഷ ഇവിടെ ഇരുന്നു. ആകാശത്ത് നല്ല ചന്ദ്രൻ നല്ല തെളിഞ്ഞു നിൽക്കുക, നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നല്ല നിലാവ്, മഴയേ ഇല്ല അല്ലേ. എന്തോ ഒരു ശബ്ദം കേട്ടോ അവിടെ, ഛൂ എന്നും പറഞ്ഞത്. പാമ്പാണോ എന്ന് ചാടി നോക്കിയതാ, പാമ്പല്ല. മീനേ മീനേ നീ എവിടാ മീനേ. കണ്ടോ മീൻ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വരുന്നു, കമ്പ കോർത്ത മീൻ. അങ്ങനെ മീൻ നല്ല അടിപൊളിയായിട്ട് കുക്കായി കേട്ടോ. ഇനി ഇവനെ കഴിച്ചാൽ മതി. പൊടിഞ്ഞു പോയോ? സാരമില്ല, അങ്ങനെ ഊരിയെടുത്ത നന്നായിട്ട് വെന്തുപോയി അല്ലേ.
ശക്കല നുള്ളിയെടുത്ത് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്നാ. ചൂടാ. സൂപ്പറായോ? വാവ്, ഭയങ്കര ചൂടാ. കഴിച്ചു നോക്കി. ചുട്ട മീൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കേട്ടോ, അല്ല കിടലനായിട്ട് വന്നു. എന്താ മോനെ, ഓ എന്താ ഇച്ചിരി കൂടെ വലിയ മീനായിരുന്നേലും തീർന്നേനെ. മീൻ്റെ കഥ ഉദാവുക. നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, കഴിച്ചോ. ഞാൻ കുറെ കഴിച്ചു. കഴിച്ചോ. നല്ലതാട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ഫ്രഷ് മീൻ കഴിച്ചിട്ടില്ല അല്ലേ? കുറച്ച് കഴിച്ചോ. ഇനി സുഖസുന്ദരമായിട്ട് കിടന്നൊരൊറ്റ ഉറക്കം. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് അടുത്ത അംഗം ഇല്ലെന്ന് വെച്ചേ. അപ്പം അങ്ങനെ കുറച്ചു നേരം കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് രാവിലെ കാണാം. അടുത്ത പരിപാടിയായിട്ട് രാവിലെ കാണാം. അപ്പോൾ ഓക്കെ ടീക്കേ. ആഹാ, നല്ല സുന്ദരമായ ഒരു സുപ്രഭാതം. സൂര്യൻ പതുക്കെ ഉദിച്ചു വരാൻ തുടങ്ങുന്നുള്ളൂ. എങ്ങും മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പരപരാ നേരം വെളുത്ത് നിഷ ചായ ഇടാൻ ഇറങ്ങി. ചായ റെഡിയായി. ഇച്ചിരി നേരത്തെ കേട്ടോ ചായ എടുക്കുക. ഇച്ചു ആണെങ്കിൽ ഇതേ പല്ല് തേച്ചോണ്ട് പുഴക്കരയിൽ പോയി നിൽപ്പുണ്ട്. രാവിലത്തെ ഇച്ചുവിൻ്റെ ബ്ലാക്ക് ടീ അത് നിർബന്ധം കേട്ടോ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും.
ഇന്നലെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. എനിക്ക് ഉറക്കം ശരിയായില്ല. ഞാൻ പിന്നെ നിഷേനെ 3-4 തവണ വിളിച്ചെഴുന്നേപ്പിച്ചിട്ടുണ്ടാവും. കിടന്നപ്പോ തന്നെ നമ്മള് 2 മണിയായിരുന്നു. 2 മണിയായപ്പോഴാ കിടന്നെ. അതിന്റെ ഇടയ്ക്ക് 3-4 ദിവസം തന്നെ വിളിച്ചിരുന്നു. ഇന്ന് പകല് ഉറക്കം ശരിയായില്ല. ഇന്ന് പകല് കുറച്ചു നേരം കിടന്ന് ഉറങ്ങും. എന്നാണേലും ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ ബോധം കെട്ടുപോകും. പിന്നെ മഴ എന്നാ കാലാവസ്ഥയാന്നാ മനസ്സിലാകാത്ത. കള്ളക്കർക്കിടകം. അതെ, കർക്കിടക മാസമാണ് താനും മഴയോട്ട് ഇല്ല. ഇന്നലെ ചാറ്റൽ മഴ വന്നുപോയി. വരവൊക്കെ കണ്ടപ്പോ ഞാൻ അവർക്ക് വലിയ മഴയായിരിക്കും. എവിടെ ചെറിയൊരു ചാറ്റൽ മഴ 2-3 പ്രാവശ്യമായിട്ട് അങ്ങ് പോയി. എന്നാ മഴ എന്നറിയില്ല. അപ്പം ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ, നമ്മളെ എല്ലാവരും കട്ടയ്ക്ക് അങ്ങ് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടാ. അപ്പോൾ ഓക്കെ ടീക്കേ, പിന്നെ കാണാം. മഴയൊക്കെ പെയ്തായിരുന്നെങ്കിൽ പാറയിൽ വെള്ളം ചാടുന്നതല്ല. അത് കാണാൻ വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ സത്യം. വലിയ മഴ പെയ്തിരുന്നെങ്കിൽ അതേ നല്ല മറ്റേ നൂല് പോലെ വെള്ളം ഇറങ്ങി വന്നത്. ഇന്നെങ്കിലും പെയ്യുമെന്ന് പ്രതീക്ഷിക്കാം.